बालमृत्यो परिरक्षणार्थं वन्दे महाकाल महासुरेशम्। इदानीन्तन मम स्थानदेवता महाकालः तर्हि स्थानदेवतायाः स्मरणमपि करणीयम्। ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. പണ്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു സിനിമ ചില്ല് എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ കണ്ടു. അതിലാണ് വാൻപിക്കുറുപ്പിൻ്റെ ഈ വരികൾ ഒരു ചലച്ചിത്രകാരനായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ സംഘാടകരെ വളരെ വളരെ അഭിനന്ദിക്കുകയാണ്. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്നുള്ള വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ, ഒരു ഹെഡിങ് ഈ പ്രോഗ്രാമിന് കൊടുത്തതിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രേറ്റ് मञ्चे विराजमानाः आदरणीयाः परमादरणीयाः मम विक्रमणः बहुकालेभ्यः उपस्थित मिलित्वैव कार्यं कुर्वाणाः अस्माकम् आचार्याः केन्द्रीयसंस्कृतविश्वविद्यालयस्य युवानः कुलपतयः आदरणीयाः आचार्याः श्रीनिवासवखेडीमहोदयाः, एतस्य परिसरस्य निर्देशकाः अस्माकं मित्रं डॉक्टर ए.के. शै महोदयः, अत्र कार्यक्रमे उपस्थिताः आदरणीयाः स्मरणीयाः प्रातस्मरणीयाः आचार्य स्वामिनः शारदानन्दमहोदयः, एवं मञ्चे विराजमानाः श्री राजेश कुमार महोदयः, स्थैजु महोदयः, नारायणन महोदयः, महेश बाबू महोदयः, मम पुरतः उपमञ्चं विराजमानाः सर्वेपि आचार्याः, विशेषतया मम शोधनिर्देशकः आदरणीयः माधवन् महोदयः, अत्यन्तं ज्येष्ठमार्गदर्शकः मुरळी माधवन् महोदयः, इतरे सर्वे उपविष्टाः सन्ति। शान्ता महोदयः अस्ति, प्रसन्ना महोदयः अस्ति, सुशील महोदयः अस्ति, विजयलक्ष्मी महोदयः अस्ति, सर्वे सन्ति। अहम् इतोपि कस्यापि नाम सर्वेषां वदामि चेत् मम निश्चितदशनिमेषः तत्रैव समापयन्ति इति कृत्वा सर्वान् नमस्करोमि। सर्वेषां पुरतः प्रणामः। ഞാൻ ഇനിയുള്ളത് മലയാളത്തിൽ പറയാം. 89 മുതൽ 93 ഞാനിവിടെ PhD ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് വിദ്യാവാരിധി. അന്ന് വിദ്യാവാരിധിക്ക് വരുമ്പോൾ ഈ കാണുന്ന മേലാപ്പൊന്നുകൂടിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ കയറി വരുന്ന സമയത്ത് ഒരു ചെറിയ പശുത്തൊഴുത്ത് പോലത്തെ ഒരു സ്ഥലം കിട്ടുകയാണ് അല്ലേ. നിങ്ങൾക്ക് പുതിയ ആൾക്കാർ വരുമ്പോൾ, പുതിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നാം, പഴയവർക്ക് അങ്ങനെ തോന്നില്ല. നമ്മൾ അവിടെയായിരുന്നു നമ്മളുടെ PhD-കാരും B.Ed-കാരും എല്ലാവരും അവിടെയായിരുന്നു ഉണ്ടായിരുന്നു, സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 10-30 വർഷം കഴിഞ്ഞപ്പോഴേക്കും കേന്ദ്രീയ സംസ്കൃത യൂണിവേഴ്സിറ്റിയായി ഞാൻ ചേരുമ്പോൾ രാഷ്ട്രീയ സംസ്കൃത സംസ്ഥാനമായിരുന്നു, ഡയറക്ടറേറ്റ് ആയിരുന്നു, ഓൾ ഇന്ത്യ ലെവലിലെ ഡയറക്ടറായിരുന്നു, നമ്മൾക്ക് പ്രിൻസിപ്പളായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ചന്ദ്രശേഖര പാണ്ഡേ സാറായിരുന്നു എൻ്റെ പ്രിൻസിപ്പള്. ചന്ദ്രശേഖര പാണ്ഡേ സാർ കഴിഞ്ഞിട്ട് ഉമാരമൺ ഷാ സാർ പ്രിൻസിപ്പളായിരുന്നു. അങ്ങനെ രണ്ട് പേരെ പ്രിൻസിപ്പളായിരുന്ന കാലത്ത് ഞാനിവിടെ പഠിച്ചിരുന്നത്. ഉമാരമൺ ഷാ പ്രിൻസിപ്പളായിരുന്ന കാലത്താണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ സമയത്താണ് 93 ഞാൻ PhD തീസിസ് സമർപ്പിച്ചിട്ട് ഞാനിവിടെ നിന്ന് ആദ്യമായിട്ട് ജോലിക്ക് ചേർന്നതും കേന്ദ്രീയ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ ബാലുശ്ശേരി ആദർശ സംസ്കൃത വിദ്യാപീഠे मम औद्योगिक जीवनस्य आरम्भः। तर्हि केन्द्रीय संस्कृत विश्वविद्यालयाയിട്ടുള്ള ഒരു വലിയ നാഭീനാളബന്ധം, അതൊരു നാഭീനാളബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു അദൃശ്യമാണല്ലോ. അത് നമ്മൾ കാണാൻ പറ്റാത്തൊരു ബന്ധമാണ്, പക്ഷെ അതൊരു വലിയ ബന്ധമാണ്. ആ ബന്ധം എനിക്ക് അങ്ങനെയാണ്. അതിനുശേഷം എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യമുള്ളത്, കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇന്ന് സംസ്കൃത ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവർ എനിക്ക് തോന്നുന്നു കേന്ദ്രീയ സംസ്കൃത വിശ്വവിദ്യാലയം ഗുരുവായൂർ പരിസരത്ത് നിന്നായിരിക്കും. ഇത്രയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഏറ്റവും അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറെയില്ല. കാരണം ഇവിടെ 90% महोदय 90% छात्राः इदानीमपि कार्यरताः अथवा सेवानिरताः एतस्य भविष्यति. എൻ്റെ ബാച്ചിൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ ഒപ്പം PhD ചെയ്തിരുന്ന 4 പേരുണ്ടായിരുന്നു. ഒറ്റ ബാച്ചിൽ ജോയിൻ ചെയ്തവർ 4 പേരുണ്ടായിരുന്നു. ഒന്ന് സുനീതി
ഡൽഹി സ്റ്റേറ്റ് സാൻസ്ക്രിറ്റ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. ഞാനൊരാൾ എല്ലാവരുടെ അനുഗ്രഹം കൊണ്ട് വൈസ് ചാൻസലറായിട്ടിരിക്കുന്നു. അതുകൂടാതെ മധുസൂദൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരാൾ ഉണ്ണികൃഷ്ണൻ നമ്പ്യാതിരി, അയാൾ തിരുപ്പതി നാഷണൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിട്ട് വലിയ നിലയിലാണ് അയാൾ റിട്ടയർ ചെയ്തത്. എൻ്റെ കൂടെ സലീം എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ പല സ്ഥലത്ത് ജോലി ചെയ്തു. കോട്ടയം കലാവിദ്യാശാലയുടെ അതേപോലെ ആര്യവൈദ്യം എന്നുള്ള മാസികയുടെ ഒരു ചീഫ് എഡിറ്ററായിട്ട് അയാളും ഇതായി. അങ്ങനെ നോക്കി എൻ്റെ മുമ്പിലിരിക്കുന്ന മധുസൂദനൻ, അതേപോലെ തന്നെ നരേന്ദ്രൻ, ശ്രീനിവാസൻ, ഞാൻ പേരെടുത്ത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള പലരുടെ പേര് പറയേണ്ടി വരും. ഇവരെല്ലാവരും വലിയ വലിയ നിലകളിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഈ സമയത്ത് നമ്മൾ ഈ മിത്രസംഗമം എന്ന് പറയുന്ന നമ്മളിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു മൈത്രി സംഗമമാണ്. ഈ മൈത്രി സംഗമത്തിൽ എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്ന നിങ്ങൾ ആകാശവാണിയിലൊക്കെ കേട്ടിട്ടുള്ള ഒരു ഗാനമുണ്ട്. അത് അതിൻ്റെ 2 വരിയിലാണ്. മൈത്രി ഭജക അഖിലഹൃജേത്രി ആത്മവദേവ പരാനത്തി വർഷക. ഡോക്ടർ വി രാഘവൻ എഴുതിയ അന്ന് കാഞ്ചി കാമക്കോടി മഠാധിപതിയുടെ ആ ഒരു സൂചന അനുസരിച്ച് വേൾഡ് പീസിന് വേണ്ടിയിട്ട് അദ്ദേഹം എഴുതി ആകാശവാണിയിൽ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ 2ാമത്തെ വരി വളരെ ഈ സമയത്ത് വളരെ എനിക്ക് തോന്നുന്നു അർത്ഥവത്തായിട്ടാണ് തോന്നുന്നത്. ആത്മവദേവ പരാനത്തി പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ വരുമ്പോൾ നമ്മളെ തന്നെ കാണുന്നത്. ഇപ്പോഴത്തെ കുട്ടികളെ കാണുമ്പോഴും ഇപ്പോഴത്തെ വർത്തമാന സ്റ്റുഡൻസിനെ കാണുമ്പോഴും നമുക്ക് തോന്നുന്നു നമ്മളെ തന്നെ കാണുന്ന കണ്ണാടി നോക്കണ പോലെയാണ് നമുക്ക് തോന്നുന്നത്. സോ സർ പറഞ്ഞു വർക്കടി മൂടെ കഥിതവാൻ വയം